നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 29, 30 തീയതികളിൽ മകരരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരരാശിക്ക് പൊതുവെ നല്ല കാലമാണ്, പ്രത്യേകിച്ച് ഡിസംബർ 5 വരെ. ഓക്കെ, അപ്പോൾ വ്യാഴത്തിൻ്റെ ആ മാറ്റം കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ മാറ്റങ്ങളെല്ലാം കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ദിനഫലങ്ങളിൽ ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അത് ഏകദേശം 1 മിനിറ്റ് നീളുന്ന ഒരു പ്രവചനമാണ്. ഏറ്റവും മിനിമമായിട്ട് ഏറ്റവും ചുരുക്കി ഞങ്ങൾ പറയുന്നത് ദിനഫലങ്ങളിൽ. അത് ഈ ദിവസങ്ങളിൽ, അതായത് ഡിസംബർ 5 വരെയുള്ള കാലയളവിലെ ദിവസങ്ങളിൽ കൂടുതൽ സൗഭാഗ്യമുള്ള ദിവസങ്ങൾ സെലക്ട് ചെയ്ത് ആണ് അല്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. മകരം രാശിക്ക് ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അത്യധികം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനം, ശനി നേരത്തെ തന്നെ അനുകൂലമായിരുന്നു. വ്യാഴവും സൂര്യനും ചൊവ്വയും ബുധനും ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ അനുകൂലമല്ലാതെ നിൽക്കുന്നത് സർപ്പം അഥവാ രാഹു, പിന്നെ ഡയറക്റ്റായിട്ട് ശിഖി അഥവാ കേതുവും പ്രതികൂലമാണ്. പക്ഷേ 7 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ പണമായിട്ട് ഞങ്ങൾക്ക് വേണ്ട, അതിന് പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറുപടി പറയുന്നതാണ്. ദയവായി ഫോൺ വിളിക്കരുത്, അതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് ഈ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവായി ഫോൺ വിളിക്കരുത്, എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. മകരം രാശിക്ക് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ ആദ്യമേ ഞങ്ങൾ പറയുന്നു, ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഈ സൗഭാഗ്യങ്ങളൊന്നും തന്നെ കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ അത് കാലതാമസം വന്ന് വളരെ നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും അത്യാവശ്യമുള്ള സമയത്താണ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ആ സമയത്ത് കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം അർത്ഥവ്യാപ്തിയുള്ളൊരു പ്രയോഗമാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇടിവെട്ട് സൗഭാഗ്യം എങ്ങനെ നേടാം, അതും 1 രൂപ ചിലവില്ലാതെ ഇടിവെട്ട് സൗഭാഗ്യം എങ്ങനെ നേടാം എന്നും പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടില്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുകയാണെങ്കിൽ നമുക്ക് അത് ഇട്ട് തരാം. 38 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. അത് ഒരു സ്ക്രിപ്റ്റും ഇല്ലാതാണ് ഞാൻ അത് ചെയ്തേക്കുന്നത്. എങ്കിലും അത് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ, അതായത് എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതചര്യ, ജീവിതക്രമം എങ്ങനെ മാറ്റി എടുത്ത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നിരവധി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ദയവായി കാണുക. അത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ
എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ അത് ഞാൻ അയച്ചു തരാം. എനിവേ, ഇപ്പോൾ ഇവിടെ സൂര്യൻ 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിലാണ് നിൽക്കുന്നത് ഈ ദിവസങ്ങളിൽ, ഒക്ടോബർ 29, 30 തീയതികൾ. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഒക്ടോബർ 28 രാത്രി 10:14 PM മുതൽ ഒക്ടോബർ 31 രാവിലെ 6:48 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. സൂര്യൻ ഇവിടെ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊഴിൽ രംഗം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷേ ആ തിരക്ക് നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും, നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഈ തുലാം മാസം മുഴുവൻ, തുലാം മാസം മാത്രമല്ല, തുലാം വൃശ്ചിക മാസങ്ങളിൽ മകരം രാശിക്ക് സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽ ലാഭം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഒക്കെ ലഭിക്കും. അപ്പോൾ തൊഴിൽ ലാഭം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ തുലാം വൃശ്ചിക മാസങ്ങളിൽ. ഓക്കെ, അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള തൊഴിൽ വിപുലീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ നല്ല സമയമാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ശമ്പള വർധനവിന് സാധ്യതയുണ്ട്. കിട്ടാതിരുന്ന, അതായത് മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തൊഴിൽ വിട്ട് കൂടുതൽ നല്ല രീതിയിലുള്ള ശമ്പളവും ഒക്കെ കിട്ടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ തൊഴിൽ ലാഭം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ നമ്മൾ ഒതുക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദിനഫലം പറയുമ്പോൾ നമ്മൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം എന്നും പറഞ്ഞ് അങ്ങ് പോകത്തേ ഉള്ളൂ. പിന്നെ പിതൃഗുണം എന്ന് പറയുമ്പോൾ ഇവിടെ ഭാഗ്യത്തിന് നമുക്ക് ചൊവ്വയും സൂര്യനും അനുകൂലമാണ്. അപ്പോൾ കൂടാതെ ശനിയും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾക്ക് പിതൃസ്വത്ത് ലഭിക്കാം. പിതൃസ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പിതൃസ്വത്തിൽ നിന്ന് ആദായം വർദ്ധിക്കുകയോ ചെയ്യാം. കൃഷി വഴിയോ അല്ലെങ്കിൽ വാടക കെട്ടിടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്നോ, അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ വസ്തു കച്ചവടം, അതുപോലെ തന്നെ ബാങ്കിൽ ലോൺ വെക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിതൃ തുല്യരായവരിൽ നിന്നും പിതാവിൽ നിന്നും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ലോണിനോ മറ്റോ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഓഫീസർ നിങ്ങളുടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ തരാൻ തയ്യാറാവുന്ന ഒരു തരത്തിൽ നിങ്ങളുടെ പിതാവുമായിട്ട് ബന്ധമുള്ള ഒരാളായിരിക്കും ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ. ബാങ്കിൽ മാത്രമല്ല, ഏത് കാര്യത്തിന് ചെല്ലുമ്പോഴും നിങ്ങൾക്ക്, ബാങ്കിൽ മാത്രമല്ല ഏത് രംഗത്തും അങ്ങനെയുള്ള ഒരു സംഗതി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിതൃ തുല്യരായവരിൽ നിന്നും ഗുരു തുല്യരായവരിൽ നിന്നും നിരവധി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഈ പിതൃഗുണം എന്നൊക്കെ പറയുന്നത്. പിതൃസ്വത്ത് ലഭിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ സന്താന നേട്ടം എന്ന് പറയുമ്പോൾ കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്ക് ഒരു പുതിയ കുഞ്ഞ് ജനിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ഈ എന്തെങ്കിലും
വിദ്യാഭ്യാസപരമായിട്ടോ എന്തെങ്കിലും ഒരു തരത്തിൽ നേട്ടങ്ങൾ അവർക്ക് കിട്ടാനുള്ള സാധ്യത. അതുകൂടാതെ മുതിർന്ന സന്താനങ്ങളാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചൊവ്വ. അപ്പോൾ നിങ്ങൾക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകും. ഓക്കെ, അതായത് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് അതെന്ന് പറയുമ്പോൾ ചെറിയ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കില്ല, 1000-2000 രൂപ ആയിരിക്കില്ല, ലക്ഷങ്ങളോ ചിലപ്പോൾ കോടികളോ ഒക്കെ ഈ കാലയളവിൽ വന്ന് ചേരാം. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. ചൊവ്വ, സൂര്യൻ, ശനി, വ്യാഴം ഇവയുടെ അനുകൂല ഭാവം കൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അനുകൂലമാകുമ്പോൾ വലിയ രീതിയിൽ പൊതുരംഗത്ത് നിങ്ങൾ അംഗീകരിക്കപ്പെടും. അതുപോലെ തന്നെ ശുക്രനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ വ്യാഴവും ശുക്രനും അനുകൂലമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ കിട്ടാം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതരുമായിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടമുണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഓക്കെ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹലാഭം, പുതിയൊരു വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഉള്ളത് മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ലോൺ തരപ്പെടുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ വാഹന ലാഭം എന്ന് പറയുമ്പോൾ പുതിയൊരു വാഹനം വാങ്ങാൻ അവസരമൊരുങ്ങും. അതല്ലെങ്കിൽ ഇവിടെ ചൊവ്വയും അനുകൂലമാണ്, വ്യാഴം ശനി ഒക്കെ അനുകൂലമാണ്. അപ്പോൾ പുതിയൊരു വാഹനം ലഭിക്കാനുള്ള സാധ്യത, പഴയത് മാറ്റി പുതിയത് വാങ്ങാനോ പുതിയ ഒരെണ്ണം വാങ്ങിക്കാനോ. അതുമാത്രമല്ല ഉല്ലാസയാത്രകൾക്കോ അല്ലെങ്കിൽ തീർത്ഥയാത്രകൾക്കോ അവസരമൊരുങ്ങും. അപ്പോൾ അതാണ് ഈ വാഹന ലാഭം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ നമ്മൾ ഒതുക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഭൗതിക സുഖങ്ങൾ ഈ ശുക്രനും ബുധനും കൂടി നിങ്ങൾക്ക് നേടിത്തരും. അതായത് ശയനസുഖം, നന്നായിട്ട് ഉറങ്ങാനും മനസ്വസ്ഥത ലഭിക്കും. അതുപോലെ ആരോഗ്യം വർദ്ധിക്കും. രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ശമിക്കാനും പൂർണ്ണമായിട്ട് ഇല്ലാതാവാനും, നല്ല ചികിത്സ കിട്ടി അത് പൂർണ്ണമായി ഇല്ലാതാവാനും ഒക്കെ സാധ്യതയാണ്. പിന്നെ ആഭരണ ലാഭം, വസ്ത്രലാഭം, ഭക്ഷണസുഖം, അങ്ങനെയൊക്കെയുള്ള ഭൗതിക സുഖങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പൊതുവെ നിങ്ങൾക്ക് ഒരു മാനസികമായ ഒരു പുതിയ ഒരു ഊർജം, പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കർമ്മശേഷി വർദ്ധിക്കും. കാരണം ഇവിടെ സൂര്യൻ തുലാമാസം നമുക്ക് കർമ്മഭാവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവാധീനം വർദ്ധിക്കും. അതൊക്കെ കണക്ട് ചെയ്താൽ ഞാൻ പറയും ഈ തീർത്ഥയാത്രകൾക്കൊക്കെ അവസരമൊരുങ്ങും എന്നൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ ശനി ഇവിടെ പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഒരു വിജയസാധ്യത നിലനിൽക്കും, സർവകാര്യ വിജയം. ഓക്കെ, പിന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാങ്കേതിക രംഗം എന്ന് പറയുമ്പോൾ നിരവധി മേഖലകളുണ്ട്. അതിലൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റിയ സമയമാണ്. അതായത് നിങ്ങൾക്ക് സാങ്കേതിക മികവ് പ്രകടിപ്പിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതുവഴി നേട്ടം ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും.
പൊതു രംഗത്ത് നിങ്ങൾ അംഗീകരിക്കപ്പെടും, നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും. അതുപോലെ തന്നെ ജനമധ്യത്തിൽ പൊതുവെ നിങ്ങൾക്ക് അംഗീകാരം വർദ്ധിക്കും. എല്ലാം കൊണ്ടും മകരരാശിക്ക് ഇപ്പോൾ പൊതുവേ നല്ലതാണ്. അതിൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ഒക്ടോബർ 29, 30 തീയതികൾ. ചന്ദ്രൻ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ വളരെയധികം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് മകരം രാശിക്ക് ഒക്ടോബർ 29, 30 തീയതികളിൽ. ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സർപ്പവും ശിഖിയുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: പൊതുവിൽ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ ചെയ്യുക. ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ചെറിയ രീതിയിലുള്ള ഒരു പ്രതികൂലാവസ്ഥ സർപ്പത്തിൻ്റെയും ശിഖിയുടെയൊക്കെ മറികടക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ നിർദ്ദേശം ഇതാണ്: ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുമ്പോൾ പാർവതി ദേവിയും കൂടി ഉള്ള ശിവക്ഷേത്രത്തിൽ നമ്മൾ എല്ലാ ദിവസവും ദർശനം നടത്തുക, പറ്റുമെങ്കിൽ വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. അതുപോലെ തന്നെ ഈ ഭാഗ്യങ്ങളുടെ വർധനവിന് വേണ്ടി ശനിയാഴ്ചയും വ്യാഴാഴ്ചയും വ്രതമെടുക്കുക. അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ഈ ഗുണവർദ്ധനവിന് വേണ്ടി അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് ഏറ്റവും വലിയൊരു തുളസിമാല സമർപ്പിക്കുക, പാൽപ്പായസം കഴിപ്പിക്കുക, മറ്റ് വഴിപാടുകൾ നടത്തുക. പൊതുവെ മകരം രാശിക്ക് നേട്ടങ്ങളുടെ കാലമാണ്. അതിൽ തന്നെ കൂടുതൽ ഭാഗ്യമുള്ള ദിവസങ്ങളാണ് 2025 ഒക്ടോബർ 29, 30 തീയതികൾ. തീർച്ചയായിട്ടും എല്ലാ മകരരാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.